എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് എത്തുന്നത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനവും അതിനു പുറമെ സംഘടനാ പർവ്വത്തിൻ്റെ ഭാഗമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ യാത്രകളും ഒക്കെ കാരണം അല്പം ഒരു കാലതാമസമുണ്ടായി. ഞാൻ അതുകൊണ്ട് ഇന്ന് ചില ഗൗരവതരമായിട്ടുള്ള ചില വിഷയങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിന്ന് വീണ്ടും നിങ്ങളുടെ മുൻപാകെ എത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളിൽ കണ്ടു കോൺഗ്രസ് എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ തോറ്റത് എന്ന് അവർ വിലയിരുത്താൻ പോകുന്നു എന്ന് കണ്ടു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ കോൺഗ്രസ് എന്തുകൊണ്ട് തോറ്റു എന്ന് മനസ്സിലാക്കാൻ വേറെ എവിടെയൊന്നും പോകേണ്ട കാര്യമില്ല. പാർലമെൻറ്റിൽ കോൺഗ്രസും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾ, ആ പ്രകടനങ്ങൾ കണ്ടാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും എന്തുകൊണ്ടാണ് കോൺഗ്രസ് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നികുതിപ്പണം, ആ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് പാർലമെൻറ്റിൻ്റെ സമ്മേളനം നടക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഒരൊറ്റ ദിവസം പോലും പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ നടത്താൻ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യം അനുവദിച്ചിട്ടില്ല. എന്താ കാരണം? അമേരിക്കയിലെ ഒരു കേസിൽ അദാനിയെ അറസ്റ്റ് ചെയ്തിട്ട് മതി ഇന്ത്യയിലെ പാർലമെൻറ്റ് ജനങ്ങൾക്കാവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും തീരുമാനമെടുത്തത്. ഞാൻ എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദാനി എന്ന ഒരു സ്വകാര്യ ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരനെതിരെ വിദേശ രാജ്യത്തുള്ള ഒരു കേസ്, ആ കേസ് ഈ കേൾക്കുന്ന നിങ്ങളെയോ എന്നെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതാണോ? വയനാട്ടിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയെയും ഒക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയച്ചത് അദാനിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനാണോ അതോ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണോ? ഈ ചൂരൽമല, മുണ്ടക്കൈ ദുരന്തം, ഈ ദുരന്തങ്ങളുടെയൊക്കെ വ്യാജ ആരോപണങ്ങളുമായി പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഹർത്താൽ നടത്തി വയനാട്ടുകാർക്ക് ഇരട്ടപ്രഹരം നൽകിയ ആളുകളല്ലേ ഇവർ. എന്നിട്ട് 4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വയനാട്ടുകാർ തിരഞ്ഞെടുത്തയച്ച MP, ആ MPയോ ഇന്ത്യ സഖ്യത്തിലെ ഏതെങ്കിലും ഒരു മറ്റ് MPയോ ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കാതിരുന്നത്? ഇപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അവർ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഈ MPയുടെ കേരള സാരിയുടെ ഇഴയെണ്ണമൊക്കെയാണ്. അവർ സത്യപ്രതിജ്ഞയിൽ ചടങ്ങിൽ അവർ ധരിച്ച കേരള സാരി, അതാണ് ഏറ്റവും വലിയ ചർച്ച. സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ പ്രിയങ്ക വാദ്ര ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ കാര്യം പാർലമെൻറ്റിൽ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പോകുന്നു എന്നൊക്കെ ഹെഡ്ലൈൻ കൊടുത്ത മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ യാതൊരു ശബ്ദവും നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ മുരളീധരൻ വയനാടിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ ആളുകൾ വയനാടിനെക്കുറിച്ച് മിണ്ടാത്ത MP എന്ന് എന്താ മിണ്ടാത്തത്, എന്നെന്താ പറയാത്തത്? 4 മാസം കഴിഞ്ഞിട്ട് വീട് വയ്ക്കാനുള്ള സ്ഥലം, ആ സ്ഥലം പോലും ഏറ്റെടുക്കാത്ത പിണറായി സർക്കാരിനെ കുറിച്ച് ഈ MP എന്തെങ്കിലും മിണ്ടിയോ? മിണ്ടിയിട്ടില്ല. കാരണം ഡൽഹിയിൽ ഇവർ തമ്മിൽ സഖ്യത്തിലാണ്, ധാരണയിലാണ്. അതാണ് ഇവരുടെ കാപട്യം. MP കേരള സാരി എടുത്താൽ അത് വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ തീർക്കില്ല. മാധ്യമപ്രവർത്തകരും അതറിയേണ്ടതാണ്. വഖഫ് ബില്ല് പോലെയുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണം ഈ CPMഉം കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ പിടിവാശി കാരണം ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. സഭാധ്യക്ഷന്മാർ രണ്ടുപേരും കഴിഞ്ഞ ദിവസം അഭിപ്രായം പ്രകടിപ്പിച്ചു, അവർ ഓർമ്മിപ്പിച്ചു. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഈ സഭ അലങ്കോലമാക്കുന്നതിലൂടെ. പ്രധാനപ്പെട്ട ബില്ലുകൾ
ആ ബില്ലുകൾ, കാരണം ഇപ്പം തന്നെ ഒരാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപാകെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വരേണ്ട നിരവധി ബില്ലുകൾ, ആ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ സമയത്തിൻ്റെ പരിമിതി ഉണ്ടാവും. അപ്പോൾ നാളെ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, കാർഷിക ബില്ലൊക്കെ ഇതേപോലെ ബഹളമുണ്ടാക്കി അവസാനം പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് അത് പാസ്സാക്കേണ്ടി വന്നപ്പോൾ വേണ്ടത്ര ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നത്തെ ആക്ഷേപം വന്നത്. ആരുടെ കുറ്റമാണ്? എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ പറ്റാത്തത്? പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. കാരണം അദാനിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഈ പാർട്ടിക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ കരാറ് അദാനിയുമായിട്ട് കരാറുണ്ട്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, 2015 UDF സർക്കാരാണ് വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ട് വന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷ മുന്നണി സർക്കാർ, ആ സർക്കാരിന് അദാനിയോട്ടുള്ള സമീപനം എന്താ? വിഴിഞ്ഞം തുറമുഖം നിശ്ചിത സമയത്ത് പൂർത്തീകരിക്കാത്തതിന് അദാനി ഗ്രൂപ്പിന് 911 കോടി രൂപ പിഴ നിശ്ചയിച്ച സർക്കാർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി പിഴത്തുക 43.8 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന 12,400 കോടിയുടെ കരാറാണ് അദാനി ഗ്രൂപ്പുമായിട്ട് ഈ ജനുവരിയിൽ ഒപ്പിട്ടത്. വേൾഡ് എക്കണോമിക് ഫോറം വേദിയിൽ തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഗൗതം അദാനിയും തമ്മിൽ കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിൻ്റെ സർക്കാർ, ആ സർക്കാരാണ് അദാനിക്ക് കോൾ മൈനിങ്ങിൻ്റെ ആ കരാറ് നൽകിയത്. അവിടെ ആദിവാസി വിഭാഗം നടത്തിയ വലിയ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങൾ പോലും വകവയ്ക്കാതെയാണ് തീരുമാനമെടുത്തത്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ സർക്കാർ 65,000 കോടി രൂപ, 65,000 കോടി രൂപയുടെ പദ്ധതികളാണ് അദാനി ഗ്രൂപ്പിന് നൽകിയത്. ഇതിൽ 10,000 കോടി മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്രോജക്റ്റുണ്ട്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി ഭരിക്കുമ്പോൾ ആ കാലത്താണ് ഡിജി പോർട്ട് പ്രൊജക്റ്റ് അദാനി ഗ്രൂപ്പിന് കൊടുത്തത്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ UPA ഭരിക്കുമ്പോൾ UPA സർക്കാർ 21,000 കോടി രൂപയുടെ 10 പദ്ധതികൾ, ആ 10 പദ്ധതികളാണ് അന്നത്തെ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നൽകിയത്. കർണാടകത്തിലേക്ക് വന്നാൽ 1 ലക്ഷം കോടിയുടെ നിക്ഷേപം, ആ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പ് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ഇതെല്ലാം പോട്ടെ, ഇപ്പോൾ ഈ അമേരിക്കയിലുള്ള കേസ്, ആ കേസിൽ പോലും അന്നത്തെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലും, തമിഴ്നാട്ടിൽ MK സ്റ്റാലിനും, ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയും, ഒഡീഷയിൽ BJDയും ഒക്കെ ഭരിച്ച കാലത്ത്, ആ കാലത്തുള്ള കേസാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആദ്യം പറയേണ്ടത് ഭൂപേഷ് ബാഗേലും MK സ്റ്റാലിനും അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് കേസെടുക്കണമെന്നാണ്. കർണാടക സർക്കാരിനോട് അദാനിയുമായിട്ട് ഒരിടപാടും വേണ്ട എന്ന് രാഹുൽ ഗാന്ധി പറയണം. എന്നിട്ട് വേണം പാർലമെൻറ്റ് തടസ്സപ്പെടുത്താൻ. രാഹുൽ ഗാന്ധിയും അദാനിയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനുള്ള സ്ഥലം, ആ സ്ഥലമല്ല ഇന്ത്യൻ പാർലമെൻറ്റ്. മറിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, ആ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹാരം കണ്ടെത്താനുമാണ്. ഈ അവസരവാദം ഏറ്റവും നന്നായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ജനങ്ങൾ നിങ്ങളെ ആട്ടിപ്പായിച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വോട്ടിംഗ് യന്ത്രത്തെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കേരളത്തിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല, തകരാറ് കൊണ്ടല്ല, വോട്ടിംഗ് യന്ത്രം ചതിച്ചത് കൊണ്ടല്ല കോൺഗ്രസ് പരാജയപ്പെട്ടത്. ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പ്രശ്നങ്ങൾ, ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമീപനം, ആ സമീപനം സ്വീകരിക്കാത്തതാണ് കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്നുള്ള തിരിച്ചറിവിലേക്ക് കേരളത്തിലെ ജനങ്ങൾ കൂടി വരുന്ന കാലം അധികം ദൂരെയല്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.